ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൃശ്ശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ജൂൺ മാസത്തിലെ പ്രധാനമായും നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം നമ്മുടെ സമുദായ ശാക്തീകരണം എപ്രകാരം യുവജനങ്ങളിലൂടെ പ്രാവർത്തികമാക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വർഷം പ്രത്യേകമായി സീറോ മലബാർ സഭ സാമുദായിക ശാക്തീകരണ വർഷമായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ യുവജനങ്ങളെ എപ്രകാരം ശാക്തീകരിച്ചുകൊണ്ട് സഭയെ കെട്ടിപ്പടുക്കാമെന്ന് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ചിന്തിക്കുകയാണ്. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 യുവജനങ്ങൾക്കായി എഴുതിയ അപ്പസ്തോലിക ലേഖനമായ ക്രിസ്തുസ് വിവിറ്റ് അതിലിപ്രകാരമാണ് യുവജനങ്ങളെ കുറിച്ച് സഭ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. ഒന്നാമതായി, യേശുവിൻ്റെ അനുഭവത്തിലേക്ക് ആ യുവജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു വയ്ക്കുക, ആ അനുഭവം ഉണ്ടായവരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക. ഈ രണ്ട് ചുമതലകളെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായി യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. സ്നേഹമുള്ളവർ, എന്താണ് യുവജന ശാക്തീകരണം? യുവജന ശാക്തീകരണം എന്ന് പറയുന്നത് യുവജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നതല്ല, മറിച്ച് 4 കാര്യങ്ങൾ അതിന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 1, യുവജനങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുക. 2, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. 3, അവരുടെ വിശ്വാസം സംരക്ഷിക്കുക. 4, സമൂഹത്തിലെ നല്ല നേതാക്കന്മാരായിട്ട് വളർത്തുക. യുവജന ശാക്തീകരണം എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഭവിക്കുക. ഇന്നത്തെ ലോകം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹിക രംഗത്തായാലും മാധ്യമ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒരുപാട് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ യുവജനങ്ങൾ അതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇനി ഏതാനും വെല്ലുവിളികൾ യുവജനങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിൽ നേരിടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം. നമുക്കറിയാം, കേരളത്തിനപ്പുറത്തേക്ക് ഒരുപാട് ജോലി സാധ്യതകളും പഠന മേഖലകളും തേടിക്കൊണ്ട് ഇന്നത്തെ യുവജനങ്ങൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ അടിത്തറയെ അടക്കുന്നത്, നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ ചോർന്നു പോകുന്നതിനൊക്കെ കാരണമായി തീരുന്നുണ്ട്. കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള പാളിച്ചകൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന മേഖലകൾ, അതിനേക്കാൾ അപ്പുറത്ത് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവർ സുരക്ഷിതരാണോ എന്നുള്ളത് പോലും നമ്മളെ അധികം ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ചേക്കേറൽ ഒരുപാട് നമ്മുടെ യുവജനങ്ങളെ സഭയിൽ നിന്ന് പുറകോട്ട് വലിക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത് എന്നുള്ളതാണ് സത്യം. രണ്ടാമതായിട്ട് നമ്മൾ കാണുക തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മയാണ്. ഒരുപക്ഷെ ഈ തൊഴിലില്ലായ്മ അവരെ ജീവിതത്തിൻ്റെ നിരാശയിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. അത് വലിയ വെല്ലുവിളിയായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അത് സമൂഹത്തിൽ നകന്നു പോകാനും ഒറ്റപ്പെട്ട ജീവിതങ്ങളിലേക്ക് പോകാനും നിരാശയുടെ പാതയിലേക്കൊക്കെ കടന്നു പോകാനായിട്ട് യുവജനങ്ങളെ അതിനെ കാരണമാക്കുന്നുണ്ട്. എത്രയൊക്കെ പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ള വലിയ ഒരു വിഷമം എല്ലാ യുവജനങ്ങളും ഇന്ന് നേരിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായിട്ടുള്ള സത്യം. അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റാതെ വരുമ്പോൾ നിരാശയിലേക്ക് പോകുന്ന യുവജനങ്ങളെ നമുക്ക് ഇന്ന് ലോകത്തെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് വിവാഹ ജീവിതം ഏറ്റെടുക്കാനുള്ള താല്പര്യക്കുറവാണ്. വിവാഹം എന്നത് ഒരു ദൈവവിളിയാണെന്നുള്ള ചിന്ത മറന്നുകൊണ്ട് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവരുടെ കടന്നുകയറ്റമൊക്കെ അതിനൊരു പക്ഷേ വലിയ തടസ്സമായിട്ട് മാറുന്നുണ്ട്. വിവാഹ ജീവിതം വേണ്ട എന്നുള്ള രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുത്തു പോകുന്ന യുവജനങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇത്തരം വെല്ലുവിളികൾ വരുന്ന സമയത്താണ് സഭയുടെ പ്രധാനപ്പെട്ട റോൾ അവിടെ കടന്നു വരിക. എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ അവരെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് ഏതാനും പോയിന്റിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അവരുടെ വിശ്വാസ രൂപീകരണമാണ്. വിശ്വാസമില്ല എങ്കിൽ ഓരോ യുവജനങ്ങളും സഭയിൽ നിന്ന് അകലാനും സമൂഹത്തിൽ നിന്ന് അകലാനും കുടുംബത്തിൽ നിന്ന് അകലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തീരുകയാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലനം യുവജനങ്ങളിലെ ഉണ്ടാകണം. അതിന് നമുക്ക് എപ്രകാരമൊക്കെ സാധിക്കും? യുവജനങ്ങളെ ചേർത്തുകൊണ്ട് ധ്യാനങ്ങൾ, അതുപോലെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, വിശ്വാസ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ മിഷൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ, നമ്മുടെ അടുത്തുള്ള പലവിധ സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്, അവിടേക്കുള്ള വിസിറ്റുകൾ, അതിലൂടെയൊക്കെ അവർക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുവാനും അതോടൊപ്പം തന്നെ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള
വലിയ താല്പര്യം അവരിൽ ഉടലെടുക്കാനായിട്ട് ഇതുമൂലം കാരണമായി തീരും. രണ്ടാമതായിട്ട് തൊഴിൽ കരിയർ ഗൈഡ് ലൈൻസുകൾ നമ്മുടെ യുവജനങ്ങൾക്ക് എത്തിക്കണം. അവർ ജീവിക്കുന്ന ചുറ്റുപാടിലെ അവരുടെ സാധ്യതകൾ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നമ്മുടെ യുവജനങ്ങൾ അവിടേക്ക് എത്തിപ്പെടുന്നില്ല. അപ്പൊ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ അവർക്ക് ഒരുക്കി കൊടുക്കുക, അത് അവർക്ക് വളരെ സഹായകമായിരിക്കും. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ തന്നെ എയ്ഡൻ എന്ന് പറയുന്ന ഒരു സംരംഭം, അത് യുവജനങ്ങൾക്ക് ജോലി കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതൊക്കെയായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അതിലൂടെ അവർക്ക് ലഭിക്കാനൊക്കെ ആയിട്ട് ഇടയായി. അതിൻ്റെ സഹായം നമുക്ക് തേടാം. എയ്ഡൻ എന്ന് പറയുന്ന തൃശ്ശൂർ അതിരൂപതയുടെ സംരംഭം ലക്ഷ്യം വെക്കുന്നത് യുവജനങ്ങൾക്കനുസരിച്ച് അവരുടെ കഴിവുകൾ വളർത്തി അവരേത് പഠന മേഖലയിലാണോ ആ മേഖലയിലേക്ക് അവരുടെ ജോലി സാധ്യതകൾ കണ്ടെത്തി അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് യുവജനങ്ങൾ ആ എയ്ഡൻ എന്ന് പറയുന്ന സംരംഭത്തെ നോക്കിക്കാണാനും അതിലൂടെ അവരുടെ ജോലി സാധ്യതകൾ കണ്ടെത്താനും പരിശ്രമിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ ഫാമിലി അപ്പോസ്തലേറ്റ് പ്രവർത്തിക്കുന്ന AFC എന്ന് പറയുന്ന, അതായത് ആർട്ടിഫിഷ്യൽ ഫെസിലിറ്റേഷൻ സെന്റർ, ഗവൺമെന്റുമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ എപ്രകാരമാണ് നമ്മുടെ അവകാശങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് അതിലൂടെ നമ്മുടെ ഇടവകളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ആ ലഭിക്കുന്ന അറിവനുസരിച്ച് വേണ്ട രീതിയിൽ അതിനോട് പ്രതികരിച്ച് നമ്മുടെ സാധ്യതകൾ കണ്ടെത്താനായിട്ട് അതിന് നമ്മളെ സഹായിക്കും. മൂന്നാമതായി നമ്മുടെ യുവജനങ്ങളെ കുടുംബ ജീവിതത്തിനായിട്ട് അവർ ഒരുക്കുക എന്നുള്ളതാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു കൂദാശയാണെന്നും അത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിളിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ യുവജനങ്ങൾക്ക് നൽകുക, അതിലൂടെ കുടുംബജീവിതത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മുടെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക. നല്ല കുടുംബങ്ങളുടെ നല്ല മാതൃകകൾ അവർക്ക് എന്നും അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. കുടുംബജീവിതത്തിന്റെ മനോഹാരിത അവർക്ക് ബോധ്യപ്പെടണം. ദൈവത്തിന്റെ വിളിയിലെ ഏറ്റവും വിശ്വസ്തയോടുകൂടെ ജീവിക്കാനായി ഭാര്യ ഭർത്താക്കന്മാരും അവരടങ്ങുന്ന കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന മനോഹരമായിട്ടൊരിടമാണ് കുടുംബജീവിതം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ യുവജനങ്ങൾ കടന്നു വരണം. നാലാമതായി നമ്മുടെ പ്രവാസി യുവജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. കാരണം എവിടെയൊക്കെ സഭയുടെ മക്കൾ ജോലി ചെയ്യുന്നു അവിടെയൊക്കെ അവരുടെ വിശ്വാസ പരിശീലനത്തിന് കൂട്ടായിട്ട് നമ്മൾ ആളുകളെ കണ്ടെത്തണം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങൾ ജോലിക്കായും അതുപോലെ തന്നെ പഠന മേഖലയിലേക്കായും വിദേശത്തും പല സ്ഥലങ്ങളിലായിട്ട് ആയിരിക്കുന്നവരാണ്. അവരെയൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മുടെ ഇടവക തലത്തിൽ ഒരു കേന്ദ്രീകരണം നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടവകയിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ യൂണിറ്റുകളിലോ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തണം. അവരെവിടെയൊക്കെയാണ് അവരുടേതായ ഒരു വാട്സപ്പ് കൂട്ടായ്മ, അവരുടേതായ ഒരുമിച്ച് ചേർന്നുള്ളൊരു പ്രാർത്ഥന, അതൊക്കെ തീർച്ചയായിട്ടും അവരുമായിട്ട് നല്ല ബന്ധത്തിൽ ഇടവകയോട് ചേർന്ന് നിൽക്കാനും അതോടൊപ്പം തന്നെ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കാനും അവരുടെ വിശ്വാസം അതിലൂടെ ജീവിക്കാനും അവരെല്ലാവരും ഒരു കെട്ടാണ്, സമുദായമാണെന്നുള്ളൊരു വലിയ ബോധ്യത്തോടു കൂടെ യുവജനങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒരുപാട് ശക്തിപ്പെടുത്തും. പക്ഷേ നമ്മുടെ യുവജനങ്ങൾ പലയിടങ്ങളിലായിരിക്കുമ്പോൾ അവർ നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട്. അതായത് അവർ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, ഒരുപക്ഷെ അവർ ആഗ്രഹിക്കാത്ത രീതിയിൽ ജോലി കിട്ടാത്ത നിരാശയിലൂടെ പോകുന്നവരെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ, അതൊക്കെ കണ്ടെത്താനും അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്ര മാക്സിമം അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് ഈ കൂട്ടായ്മയിലൂടെയൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഒരു പ്രവാസി തളരുമ്പോൾ അവന് വേണ്ട സപ്പോർട്ട് നൽകാൻ ആ പ്രവാസി ലോകത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ സാധിച്ചു എന്ന് വരും. അതുപോലെ ഒരു കൂട്ടായ്മ അത് നമ്മുടെ യുവജനങ്ങളെ ഒരുപാട് ശക്തിപ്പെടുത്തി അവരുടെ ഉദ്യമങ്ങളെ കൂടുതൽ ബലവത്താക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് മനുഷ്യരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രവാസി ലോകത്തായിരിക്കുന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായി തീരും. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുമ്പോൾ അവൻ ഒറ്റപ്പെടുത്താതെ ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് അവനുമായിട്ടുള്ളൊരു കൂട്ടായ്മ, അവനുമായിട്ടുള്ള എപ്പോഴും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ സമുദായത്തെ ഒരുപാട് ശക്തിപ്പെടുത്തും. അതിലൂടെ അവൻ വളർന്നു വന്ന മേഖലകളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരും. ഒരു കാര്യം ഉറപ്പാണ്, സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് യുവജനങ്ങളിലാണ്. അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് സമൂഹവും യുവജനങ്ങളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മനസ്സിലാക്കാം, യുവജനങ്ങളോട് ചേർന്ന് നിൽക്കാം. അവരെ നമ്മൾ ഇന്ന് അകറ്റുകയല്ല വേണ്ടത്, മറിച്ച് സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് യുവജനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്
യുവജനങ്ങളിലൂടെ സഭയെ നമുക്ക് ശാക്തീകരിക്കാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങാം. 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നാമതായിട്ട്, യുവജനങ്ങളെ സഭയോട് കൂടുതൽ ചേർത്ത് നിർത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇടവകളിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സമുദായ ശാക്തീകരണ വർഷത്തിൽ ഒരു യുവാവ്, ഒരു യുവതി എന്ന നിലയിൽ എനിക്ക് എൻ്റെ സഭയെ ശക്തിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങൾ നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാം. നല്ല നല്ല തീരുമാനങ്ങൾ വരട്ടെ. അതനുസരിച്ചുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബ കൂട്ടായ്മയിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.